പെൺകിടാവേ നീ വരുമ്പോൾ നെഞ്ചിലെ കാലപ്പൊലി വേണം. അരയന്നത്തൂവലിയണിയാൻ അണിമഞ്ഞിൻ തുള്ളികൾ വേണം. നാണം മൂടും കണ്ണം നെഴുതാൻ ആരും കാണാ കാർമുകിലിൻ മഷി വേണം. എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ, മാറോളം മുങ്ങി നിവർന്നോട്ടെ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി, നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി. കണിക്കൊന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവ് കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണിക്കൊന്ന പൂമണിക്കമ്മലണിഞ്ഞും പുളിയിലക്കര കസവ് കൊണ്ടൊടുത്തും പുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരിൻ തീരാ മധുരം. എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ, മാറോളം മുങ്ങി നിവർന്നോട്ടെ. നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി, നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി. ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി അങ്ങ് വിമാനം കയറി വന്നത് ആരാണുള്ളത്? ആരാണ്? ബാക്കില് ഇപ്പോഴും ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ടീമിനെ അറിയാമോ? അപ്പോ ബിജുവാറാണ്. ബിജുവാന്റെ മോള് നല്ലൊരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോ ഒരുപാട് നന്ദി. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അപ്പോ പാട്ട് പാടുന്നോണ്ടായിരിക്കും നിങ്ങളെല്ലാം ഈ ഉറക്കമെന്ന് തോന്നുന്നു. അപ്പൊ അടിച്ചുപൊളി ഡാൻസ് ആയാലോ നമുക്ക് എല്ലാവർക്കും? അപ്പൊ ഡാൻസ് അടുത്ത പോവാം. സൗരഭ്യ, സായുജ്യ, സന്തോഷ് കുമാർ മക്കളാണ് രണ്ടുപേരും. അപ്പോ ഈ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് സൗരഭ്യയും സായുജ്യയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയ്യടി കൊടുത്ത് നമുക്ക് വെൽക്കം ചെയ്യാം.
ഈ ഒരു സൗഹൃദം ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോ ഒരു അങ്കിളിനെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഈ നമ്മുടെ വിലപ്പെട്ട കുറച്ച് ഡോക്യുമെന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ താഴെയൊക്കെ മക്കളെ താഴെയൊക്കെ അതിൽ ഒക്കത്ത് കൊണ്ട് നടത്തുന്ന പോലെ ഒരു ബാഗിൽ കുറച്ച് ഡോക്യുമെന്റ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നോ ആരെങ്കിലും കണ്ടായിരുന്നോ? ആ, അപ്പൊ താഴെ വെച്ച് കഴിഞ്ഞാൽ ആ വിലപ്പെട്ട ഡോക്യുമെന്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച് അപ്പൊ ഒക്കത്ത് കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അമ്മമ്മന്റെ അതാരായിരിക്കും? സന്തോഷ്. ബാഗ് പൊക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോ സന്തോഷ് മക്കളാണ് ഇപ്പൊ പരിപാടി അവതരിപ്പിച്ചത്. അപ്പോ എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കുക അവർക്ക്. ഇത്രയും നേരം 3 പ്രോഗ്രാം കണ്ട് അതില് നിങ്ങൾ 3 പ്രോഗ്രാം കണ്ടതിലും ഈ സൗഹൃദം 1989 ബാച്ചിലെ അങ്കിൾമാരെയും ആന്റിമാരെയും മക്കളാണ് ചെയ്തത്. ഇനി നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഷെർലി ആന്റീനെ ഒരു പാട്ടിനായി ഇവിടെ ക്ഷണിക്കുന്നു. കൂട്ടമണിയുടെ അകമ്പടിയോടെ ഓടി പുറത്തു ചാടാൻ കൊതിച്ച ബാല്യമേ, അകത്തേക്ക് കടത്തിവിടുമോ എന്റെ മറന്നു വച്ച
ഓർമ്മകളുടെ ചോറ്റുപാത്രം എടുക്കാൻ. അപ്പോ തിരിച്ചിവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ആ മറന്നു വച്ച ചോറ്റുപാത്രത്തിന്റെ ഓർമ്മകൾ എടുക്കാൻ. അപ്പൊ നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു സുഹൃത്ത് ഇപ്പൊ ഇവിടെ വന്ന് പാട്ട് പാടുമ്പോ ഇതാണാ നിങ്ങള്, ഇതാണാ 50 വയസ്സായതിന്റെ ക്ഷീണാണാ, അതാ മുതുക്കത്തേക്ക് ആയ എല്ലാവരും പ്രായമായെന്ന് തോന്നുന്നുണ്ട്. അതൊന്നും അല്ല, തിരിച്ച് ഓർമ്മ എടുക്കാൻ വന്നവരാണെങ്കിൽ 10ാം ക്ലാസ്സിന്റെ ആ ഒരു ഓർമ്മയിൽ തന്നെ നിൽക്കണം. അല്ലെങ്കിൽ സൗഹൃദം കൊണ്ടൊരു കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങള് ഇവിടെ ഒന്ന് പാടിയ പാട്ട് എന്ന് അറിയാലോ, VPHS എന്നൊക്കെ പാടിയ സൗഹൃദത്തിന് വാനോളം ഉയർത്തി പാടിയ പാട്ടാണ്. അപ്പോ അത്രയും നല്ലൊരു പാട്ട് പാടിയിട്ട് ഇങ്ങനെ ഒരു കയ്യടി കൊടുത്താൽ മതിയോ? അപ്പൊ നല്ലൊരു കൂക്കടി കയ്യടി ആവട്ടെ എല്ലാരും കൂടെ. അപ്പൊ ഈ ഒരു ഉഷാർ എല്ലാരും കാണാം. കാരണം നിങ്ങളുടെ കയ്യടി കൊണ്ട് മാത്രമേ അവർക്ക് ആ ഒരു സന്തോഷം സംതൃപ്തി കിട്ടുള്ളൂ. അപ്പൊ അതൊന്നും മറക്കല്ലേ, 2 കൈകൾ അന്ന് കൂട്ടിയടിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ ഇവിടെ ഒന്ന് പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ആരും നിർബന്ധിക്കുന്നില്ല. കളിക്കുന്നവരെ പാടുന്നവരെ ദയവായി പ്രോത്സാഹിപ്പിക്കുക. അടുത്തതായി നമ്മുടെ കോവിലൂർ രാധാകൃഷ്ണ അങ്കിളുടെ മക്കളാണ് ഇവിടെ ഡാൻസ് കളിക്കാൻ വന്നത്. അതും ക്ലാസിക്കൽ ഡാൻസ്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുവർഷ ആൻഡ് അനുകൃഷ്ണ.
സമ്മാനിച്ച അനുകൃഷ്ണയ്ക്കും അനുവർഷയ്ക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോ നമ്മുടെ നേരത്തെ ഒരു പാട്ട് കേട്ടില്ലേ, ഷെർലി ആന്റി പാടിയ. അപ്പോ ഞാൻ നിങ്ങളോടൊരു ക്ഷമാപണം ചോദിക്കുകയാണ്. കാരണം ആ പാട്ട് എഴുതിയ ഒരാള് നിങ്ങളുടെ സൗഹൃദം കൂട്ടായ്മയിലെ ഒരാളാണ്. ഞാനത് അറിഞ്ഞില്ല, അതിനുള്ള ക്ഷമാപണം ചോദിക്കുകയാണ്. അപ്പോ ആരാണെന്നൊരു ഗസ് ചെയ്യാൻ പറ്റുമോ? നല്ലൊരു പാട്ട് എഴുതിയ എല്ലാവർക്കും അറിയാം. അപ്പോ ആരാണത്? നിങ്ങൾ തന്നെ പറഞ്ഞാൽ സന്തോഷ് അങ്കിളിന്. അപ്പോ സന്തോഷ് അങ്കിളിനെ നല്ലൊരു കൈയടി കൊടുക്കാം, കാരണം നല്ലൊരു കവിത. അപ്പോ അടുത്തതായിട്ട് 1989 പേജിൽ തന്നെ നിങ്ങളുടെ തന്നെ ഒരു സുഹൃത്താണ് വിനോഭ ആന്റിയാണ് ഞങ്ങളോട് ഇപ്പോ ഒരു ഗാനം അവതരിപ്പിക്കാൻ എത്തുന്നത്. അപ്പോ നിങ്ങളുടെ സുഹൃത്തിനെ നിങ്ങൾ തന്നെ കൈയടിച്ച് സ്വാഗതം ചെയ്യണം. അപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട്. അപ്പോ വിനോഭ ആന്റിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മഞ്ഞപ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി മഞ്ഞപ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി കുഞ്ഞിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു ഞാൻ തൊട്ടെടുത്തു കുഞ്ഞിമണി ചെപ്പിൽ നിന്നും ഒരു നുള്ളു കുങ്കുമം ഞാൻ തൊട്ടെടുത്തു ഞാൻ തൊട്ടെടുത്തു എൻ വിരൽ തുമ്പിൽ നിന്നാ വന്ന രേണുക്കൾ എൻ നെഞ്ചിലാകെ പടർന്നോരു പൂമുലർ വേള വിടർന്നു പൂമുലർ വേള വിടർന്നു മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി പിന്നെ ഞാൻ പാടിയൊരിടങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു പിന്നെ ഞാൻ പാടിയൊരിടങ്ങളൊക്കെയും നിന്നെ കുറിച്ചായിരുന്നു അന്തിമയങ്ങിയ നേരത്തു നീയൊന്നും മിണ്ടാതെ പോയി എൻ്റെ നെഞ്ചിലെ മഞ്ഞയും തേങ്ങി നെഞ്ചിലെ മഞ്ഞയും തേങ്ങി മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടും ചുറ്റി ഇന്നെന്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു
സൗഹൃദം 1989 എല്ലാ സഹപാഠികളുടെയും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമുക്ക് ഒരു പാട്ടുമായി എത്തുന്നു നമ്മുടെ ശ്രീകണ്ഠൻ അങ്കിളിന്റെ മകൻ അർജുൻ. ഇവിടെ ഒരു അറ്റൻഡൻസ് ഒക്കെ എടുത്തിരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോ ശരിക്കും ഓരോ ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു പീരീഡ് അറ്റൻഡൻസ് എടുക്കുമല്ലോ. അപ്പൊ അതുപോലെ ഉച്ചയ്ക്കും അടുത്തും അറ്റൻഡൻസ് ഒക്കെ എടുക്കേണ്ടതായിരുന്നു. കാരണം പണ്ടത്തെ പോലെ തന്നെ ഐസ് കുടിച്ചുകൊണ്ട് വെളിയിൽ കറങ്ങി നടക്കുകയാണ് ഈ ക്ലാസ് സൗഹൃദത്തിലെ ഓരോ കൂട്ടായ്മയിലെ ഓരോ കുട്ടികൾ. അപ്പോ ദയവേത് ഈ സൗഹൃദത്തിലെ എല്ലാ
എല്ലാവരും ഹോളിന്റെ അകത്തെത്തിച്ചേരണം. പണ്ടത്തെ ആ ഉഡായിപ്പ് ക്ലാസ് റൂമിൽ ഇരുന്ന പോലെ നല്ല ഇത് കുറച്ച് മുതുക്കന്മാരായി, വയസ്സായി. അപ്പൊ അകത്ത് തന്നെ വന്ന് ഇരിക്കേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോ അടുത്തതായിട്ട് ഒരു ഡാൻസ് ആയിട്ടെത്തുന്നു. ഒന്നല്ല, രണ്ടല്ല, 3 കുട്ടികള് ഒരുമിച്ചാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇവിടെ കണ്ടു കാണും. വന്നപ്പോ മുതലേ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഒരുപോലത്തെ മാലയും കമ്മലും നല്ല സുന്ദരികളായിട്ട് വന്നിരുന്ന 3 കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും കണ്ണിൽ പെട്ടെന്ന് കാഴ്ച ഭയങ്കര സുന്ദരികളായിട്ട് തോന്നിയ 3 കുട്ടികള്. അപ്പോ അവരുടെ ഡാൻസ് ആണ്. ഇപ്പൊ ബിന്ദു ആനപ്പാറ ആന്റിയുടെ മോളുടെ മക്കളാണ് കല്യാണി, കാർത്തു, അമ്മു. അപ്പോ 3 പേരെയും സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ നല്ലൊരു കൈഡി കൊടുക്കണം. നല്ല കുഞ്ഞു മക്കൾക്ക് നല്ലൊരു കൈഡി കൊടുക്കണം. రంగభూమికి అభివందనం రసిక మహాజనమందరికి సుస్వాగతం. సమయం 7 సాయంత్రం 7 చల్లగాలి సెకిలికి తలపెడతాంది. ఆ పక్క మంచం మీద మా దాసు బావ, ఈ పక్క కుర్చీలో కత్తిలాంటి కుర్రాడు ఆసీనమయ్య. మా రమోల డాన్సింగ్ పార్టీ వారి అభినయ రచ ఎదుట పోలా. പട്ടി എന്നല്ലേ അവൻ പറഞ്ഞു. സ്വപ്നത്തിന് ഡയലോഗ് നീ എങ്ങനെ കേട്ടു? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതെ ഞാൻ എന്താ പൊട്ടന? അതായത് ഉത്തമ മനസ്സിലായി മനസ്സിലായി.
അടിപൊളി പെർഫോമൻസ് ആയിരുന്നല്ലേ? ആണല്ലേ? ആണെങ്കിൽ നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഇപ്പൊ എക്സ്പ്രഷനൊക്കെ വാരി വെതറി അല്ല ഒരു ഇത്രയും സമയം അവര് ഓർത്തിരുന്ന ആ കുഞ്ഞു കുട്ടി വരും അടിപൊളിയായിട്ടാണ് ഡാൻസ് കളിച്ചു. ഒന്നും പറയാനില്ല, അടിപൊളി ഡാൻസ് ആയിരുന്നു. അപ്പൊ 1989 ബാച്ച് ഇതൊന്ന് കണ്ടു പഠിക്കണം കേട്ടോ. അപ്പൊ അടുത്ത പരിപാടി നമുക്ക് വിളിക്കാം. അടുത്തതായി ഒരു ഡാൻസുമായി എത്തുന്നു ആരാധ്യ.
കളിക്കാനായി ക്ഷണിക്കുന്നു. നല്ലൊരു കൈഡി കൊടുക്കുന്നു. അപ്പോ അടുത്തതായിട്ട് നമ്മുടെ 1989 ബാച്ച് ഒട്ടും മോശമല്ല. അപ്പോ മക്കളല്ല മുന്നിൽ, ഇവരാണ് 89 ബാച്ചാണ് അടിപൊളി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 1989 ബാച്ചിലെ പെൺപുലികൾ അടുത്ത സ്റ്റേജിൽ എത്താൻ പോവുകയാണ്. നിങ്ങളുടെ ഏവരും ആവേശത്തോടെ കാത്തിരുന്ന ഒരു പരിപാടിയാണ്. അപ്പോ സ്റ്റേജിലേക്ക് ക്ഷണിക്കാൻ പോകുന്നു ഷീബ ജെയിൻ, ദീപ്തി ശ്രീകണ്ഠൻ, ഗീതു അരുവാട്ടോളം, ഗിരിജ, ഉഷ, അരുണ. അപ്പോ പണ്ടത്തെ പോലെ സൈഡില് ക്ലിപ്പൊക്കെ കുത്തി നല്ല ഒരു പൊട്ടും എല്ലാം ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ നല്ലൊരു കൈയ്യടി കൊടുക്കാർക്ക്.
അവരങ്ങനെ തിരിച്ച് അവരുടെ 10ാം ക്ലാസ് ഓർമ്മയിൽ എത്തിയിരിക്കുന്നു. പുരുഷന്മാരൊന്നും അല്ല, പെൺപടകളാണ് വലുത് എന്നവര് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോ അടുത്തതായിട്ട് ഒരു പാട്ടാണ്. അപ്പോ നമ്മുടെ ശ്രദ്ധിച്ചിട്ടായിരിക്കും ഈ 1989 ബാച്ചിലെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ബാഡ്ജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ 89-ലല്ലാതെ ഒരാള് നമ്മുടെ കൂട്ടത്തിൽ ബാഡ്ജൊക്കെ കെട്ടിയിട്ട് നടക്കുന്ന ഒരാളുണ്ട്. അപ്പോ ആ ആൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ലാ പരിപാടിയിലും ഏതൊരു കമ്മിറ്റി വിളിച്ചാലും ഏതൊരു പരിപാടിയായിട്ട് അയാള് ഇവിടെ ഉണ്ടായിരിക്കും. കാരണം 89 ബാച്ച് അല്ല, പക്ഷെ എന്തൊരാവശ്യത്തിനും കൂടെ ഉണ്ട്, കട്ടക്ക് നിൽക്കും. ഇപ്പോ ആരായിരിക്കും? നമ്മുടെ സ്വന്തം ജയാങ്കിള് ഷീബാന്റിയുടെ ആരാണ്? ഷീബാന്റിയുടെ മുത്താണ്. അപ്പോ ജയാങ്കിളിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറിൽ കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരകത്തിൽ ചൂടുണ്ടോ തീർക്കുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൽ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറി കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരകത്തിൽ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൽ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരടി വാങ്ങച്ചൊട്ടി മയങ്ങുമ്പോൾ കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരടി വാങ്ങച്ചൊട്ടി മയങ്ങുമ്പോൾ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ മാറി കളവക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരകത്തിൽ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൽ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ പതിനഞ്ച്
കത്തിച്ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. നമുക്ക് ഇത്രയും നല്ലൊരു ഗാനം ആലപിച്ച ജയകുമാർ അങ്കിളിന് സൗഹൃദ 1989 പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്തതായിട്ട് ഡാൻസുമായിട്ട് വരുന്നു ബിഞ്ചു എന്ന് പറഞ്ഞ ചേച്ചിയാണ്.